യേശുക്രിസ്തു താൻ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ട് പോകുമ്പോൾ അതിനു മുൻപേ ശിഷ്യന്മാരുമായി പങ്കുവച്ച ഒടുവിലത്തെ ദിവസങ്ങളിൽ 14-ാം അധ്യായം യോഹന്നാന്റെ 3-ാം വാക്യത്തിൽ യേശു അവരെ സമാശ്വസിപ്പിക്കാൻ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോകല്, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിങ്ങൾക്ക് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കോ. എന്റെ ശുശ്രൂഷക്കാർ എനിക്ക് സൂക്ഷിച്ചവൻ എന്നോട് കൂടെ ഇരിക്കും. ആകയാൽ ഈ സുസ്ഥിരമായ വാഗ്ദത്തം ലോകത്തിലെ ഒരു ഗുരുക്കന്മാരും ആർക്കും കൊടുത്തിട്ടില്ല. അവരുടെ അന്ത്യമൊക്കെ പഠിക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇവരെങ്ങനെയാ പോയത്. സന്ദേശങ്ങളും സന്ദേഹങ്ങളും ഒക്കെ പലരും പഠിപ്പിച്ചെങ്കിലും അവരുടെ അന്ത്യം തന്നെ വളരെ വേദനജനകമായ സ്ഥിതിയായി. ശ്രീനാരായണ ഗുരു വർക്കലയിൽ കുറച്ച് നാള് രോഗിയായിക്കണം. മാർത്തോമായിലെ ഏബ്രഹാം മാർത്തോമ മെത്രാപ്പോലീത്ത, എനിക്കിവിടെ അദ്ദേഹം ഉണ്ട്. പിന്നീടാണ് മറ്റു മെത്രാന്മാരൊക്കെ മാർത്തോമ സഭയ്ക്കുണ്ടായി. ആ തിരുമേനി ഭക്തനും സുവിശേഷ തൽപരനും ഒരു പ്രാർത്ഥനാ മനുഷ്യനും ഒക്കെയായിരുന്നു. അദ്ദേഹം വർക്കലയിൽ ഗുരുവിനെ കാണാൻ അച്ഛന്മാരുകൊണ്ടുകൂടെ വർക്കലയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ രോഗശയ്യയുടെ അടുത്ത് പോയി അവിടെ ഇരുന്ന് പല കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങോട്ട് തിരിച്ചു പറയാൻ അദ്ദേഹത്തിന് വയ്യ. ആ സ്ഥലയിൽ അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലായി. ആ സമയത്ത് ഒരു ചോദിച്ചു, അല്ലയോ ഗുരുവേ, ഈ ലോകവാസം കഴിഞ്ഞ് അങ്ങ് ഇങ്ങോട്ടാ പോകുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചു. ഇതിനെല്ലാം ചോദിക്കുന്നത് അദ്ദേഹം പ്രതികരിച്ചത് കാണണോ? ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ പറഞ്ഞെന്തോ ഒരു പ്രിയില്ല. ചെല്ലുന്നത് സന്ധ്യം പറഞ്ഞ നേതാക്കന്മാരുടെയൊക്കെ കാര്യം കേട്ടാൽ വളരെ കഷ്ടമാണ്. കൂടുതൽ പറഞ്ഞ സമയം കഴിയുന്നു. ഇപ്പൊ അതിന് ബുദ്ധിമുട്ടുണ്ട്. അവരൊക്കെ പോയപ്പോൾ അവർക്ക് പോലും പ്രിയില്ല ഇവിടെ വരുന്നില്ല. യേശു അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ മടിയിൽ നിങ്ങളാണ്, അവന്റെ മടിയിൽ ഏകാതെ പുത്രനാണ്. ഞാൻ ലോകത്തിലേക്ക് വന്നു, ഞാൻ തിരിച്ചു പോകും, ഞാൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കും. ന്യായ വിസ്താരത്തിൽ മാർഗീയ കോടതിയുടെ അതേ ജഡ്ജിയായ കയ്യാഫാവ് ചോദിച്ചു, നീ വന്ധ്യനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ? എന്നോട് പറയുക. യേശു പ്രതികരിച്ച മറുപടി മത്തായി 24:64 കിടപ്പുണ്ട്. ഞാനാകുന്നു, നീ പറഞ്ഞതുപോലെ ഞാനാകുന്നു. ഇനിയും മനുഷ്യപുത്രൻ സർവശക്തിയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? നിങ്ങളെന്നെ തല്ലിക്കൊന്ന് കുരിശക്കേറ്റ് കുടിച്ചിട്ടാൽ മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ചെന്ന് അവിടെ ഇരിക്കും. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും സർവശക്തിക്കും മീതെ പിതാവിന്റെ വലഭാഗം ഞാൻ പോകും. അവിടെ നിന്ന് ആകാശമേഘങ്ങൾ വാഹനമാക്കി ഞാൻ ഇവിടെ മടങ്ങി വരുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ പേടിച്ചു വരുന്നതാണ് വലിയ അർത്ഥം. ആ വിസ്താര രീതിയിൽ യേശു കൊടുത്ത മൊഴിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ലത്, ആ ഭാഗം എടുക്കട്ടെ. അപ്പോൾ യേശു ക്രിസ്തു താൻ വിസ്താരവേദിയിൽ തന്നെ കൊല്ലാൻ ആക്രോശിക്കുന്ന ജനത്തിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ മടങ്ങി വരും. അതിനു മുമ്പ് ഞാൻ പിതാവിന്റെ വലതുഭാഗത്ത് പോയി ഇരിക്കും, തന്റെ ആധിപത്യങ്ങൾ നടത്തും എന്ന് യേശു വ്യക്തമായി പറഞ്ഞു. ഇതുപോലെ തിട്ടമായി പറഞ്ഞപ്പോൾ ഒറ്റ മനുഷ്യൻ ഈ ഭൂമിയിൽ പതഞ്ഞോട്ടില്ല. എങ്കിൽ യേശു താൻ പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസമില്ല. അവൻ അത് പറഞ്ഞ വാക്ക് നിവർത്തിപ്പാൻ തന്റെ ജനത്തെ കൂട്ടിച്ചേർക്കാൻ, തന്റെ അനുയായികളെ അതിനെ വെള്ളത്തിലാക്കി അത് ഇല്ലാതാക്കുന്നവനല്ല. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ഈയുള്ള പ്രത്യാശ പൂർത്തിക്കാൻ യേശു മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. അവൻ മടങ്ങി വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി ഒന്നാം വരവിന്റെ വിശ്വാസ യോഗ്യതയെ തെളിയിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം വരവ് സംഭവിക്കുമെന്നുള്ളതിന് എവിഡൻസ് എടുക്കുന്നത് ഈ ഒന്നാം വരവിൽ കൂടെയാണ്. അത് തെളിയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയും അതിൽ അവിശ്വസിക്കേണ്ട, ഈ തിരുവെഴുത്ത് സത്യമാണെന്നും ആയവൻ രണ്ടാമത് വരുമെന്നും സംശയം ഇല്ലാതെ തെളിയിക്കേണ്ടതിന് ചില തെളിവുകൾ ഞാൻ പെടുകയാണ്. അത് നമ്മുടെ പൊതുവിഷയത്തിന്റെ വിശ്വാസ്യതയായിരിക്കും. നമുക്ക് നോക്കുമ്പോൾ യേശുവിന്റെ ആദ്യ ഒന്നാം വരവിനെ കുറിച്ചുള്ള ആദ്യ പ്രവചനം 33 അവിടെ എന്നാ പറയുന്നത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർന്നു. മനുഷ്യജാതിയുടെ വീഴ്ചയ്ക്കു ശേഷം ഒരു ഉദ്ധാരകനായ ക്രിസ്തുവിനെ ദൈവം വാഗ്ദത്തം ചെയ്തു. അവിടെ ഉപയോഗിച്ചതായ വാക്ക് സ്ത്രീ മുഖാന്തരം പാപ
എന്ന വാഗ്ദത്വം ദൈവം ആദ്യം വീണ്ടെടുപ്പുകാരനെ വാഗ്ദാനം ചെയ്ത ഈ വാക്യം. അപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ സന്തതി എന്ന് ഇത് നിവൃത്തിയായത് അങ്ങനെയാണോ? ഗലാത്യർ 4:4 കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴുള്ളവനായ സ്ത്രീയുടെ സന്തതിയായ ലോകത്തിലേക്ക് നിയോഗിച്ചയച്ചെന്നാണ് വാക്യം. കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് നിയോഗിച്ചയച്ചു. സംശയമില്ലല്ലോ. ഗലാത്യർ 4:4 ഉൽപ്പത്തി 3:19 നിവർത്തിയാണ്. ആ നിവർത്തിയിൽ നിൽക്കുന്ന അതേ അക്ഷരാർത്ഥത്തിൽ ആ കാര്യം നിവർത്തിക്കപ്പെടും. ശരി, അവിടുന്ന് ഇത് തുടങ്ങിയത്. അവിടുന്ന് കുറെ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് BC 740 യശയ്യാവിന്റെ പ്രവചനം തുടങ്ങുന്നത്. കാരണം ഉസിയാവ് മരിച്ച ആണ്ടിലാണ്. അപ്പോൾ തന്റെ പ്രവചനത്തിന്റെ ശക്തി ആർജിച്ച കാലവുമാണ്. അവിടെ നിങ്ങൾ 7:16 വായിച്ചാൽ അവിടെ ഇങ്ങനൊരു വാക്യവും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വേർവിളിക്കപ്പെടും. അത് ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വേർവിളിക്കപ്പെടുന്ന കന്യക സുതനായവൻ ഒരു വേറെ സ്ത്രീയല്ല, ഒരു കന്യക. അവളുടെ ആദ്യജാതനെ പ്രസവിച്ച് ശീലകുറ്റി കിടത്തിയെന്നാണ്. അപ്പോൾ അതില് വെളിപ്പെടുത്തി വരുമ്പോൾ ലൂക്കോസി വരുമ്പോൾ ആ കന്യക ആദ്യജാതനെ പ്രസവിച്ചു എന്ന വാക്ക് ശരിയായി. നിങ്ങൾ അതിന്റെ തെളിവെടുക്കുവാൻ ന്യായമായി യോഗ്യമായി തെളിയിക്കേണ്ടത് ആവശ്യം നേരമില്ലാത്ത ഒത്തിരി കാര്യം കട്ടൗട്ട് ചെയ്തേ പറ്റൂ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആ 28-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് അധികം വായിക്കാൻ ദൂതൻ അവളുടെ കന്യക മറിയാമിന്റെ വീടിന്റെ അടുത്തിരുന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്യം കേട്ടു. കന്യകമറിയം പാർത്തിരുന്ന ദേശം പലസ്തീൻ നാടിന് വടക്കേറ്റത്തെ ഗലീലായുടെ വടക്ക് ഭാഗത്തെ നസ്രയത്ത് എന്നൊരു കുഗ്രാമത്തിലാണ്. ഓണം കയറാൻ ഒരു പ്രശസ്തിയുള്ളവരോ വിലയുള്ളവരോ അതാണ്ട് ചെല്ലത്തിലൂടെ പാർക്കുന്നില്ല. തിരുവനന്തപുരം പുരോഹിതന്മാരും മറ്റു നേതാക്കന്മാരും പറഞ്ഞു, നസ്രയത്തിൽ വല്ല നന്മയും വരുമോ? തിരുവനന്തപുരത്ത് അറിയാവുന്നവൻ അത് മനസ്സിലാക്കുമെന്ന് ആ പുരോഹിതന്മാർ ചോദിച്ചത്. അപ്പൊ ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്ത തിന്മകളുടെ കളരിയിൽ അതേ ഒരു നഗരത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് ഒരു കുടിലാണ് ഉള്ളത്. ഞാൻ ആണ്ട് ചെന്നപ്പോൾ ഈ സ്ഥലം പുരാവസ്തു സൂക്ഷിക്കുന്നവർ കാണിച്ചതനുസരിച്ച് ഒരു പാറയുടെ ചരിവിൽ ഒരു കുടിലാണ്. അവിടെ യോസേഫ് ഉപയോഗിച്ചതായ ഒരു കുട്ടിച്ചാക്ക് നിറച്ച് ഉളിയും മുഴക്കോലും ചെന്തേരും മട്ടവും ആ ഒന്ന് ഉപയോഗിക്കുന്ന സകല ആശാരി ഉരുപ്പടികളും ഒരു കുട്ടിച്ചാക്ക് നിറച്ചുണ്ട്. ഇപ്പഴി ചെല്ലുന്നവർക്ക് കാണിച്ചു കൊടുക്കുന്ന നിലയിൽ അത് സർവ്വവും സത്യവുമായ ആ ചെറിയ ഉള്ളിലും കൊട്ടാരത്തൊന്നും എല്ലാവരും ജീവിക്കാൻ മാർഗമില്ലേ. അവിടെ ഗബ്രിയേൽ എന്ന് പറഞ്ഞു, നന്മ നിറഞ്ഞവളെന്നാണ് നമ്മുടെ സമൂഹങ്ങളൊക്കെ ചോദിക്കുന്നത്. പാരമ്പര്യം നന്മയല്ല, നന്മ നമുക്ക് കൈമാറാൻ കഴിയും, പക്ഷേ കൃപ തരുവാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. നന്മ നിറഞ്ഞവളെ കൃപ നിറഞ്ഞവളെ കൃപ ലഭിച്ചോളെന്നാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് മറിയാവിന് ലഭിച്ച പ്രത്യേകത കുലശ്രേഷ്ഠതയല്ല, ദൈവത്തിന്റെ കൃപ അവർക്ക് ലഭിച്ചു. കുലശ്രേഷ്ഠത നോക്കി വരണമെങ്കിൽ നേരെ യെരൂശലേമിൽ വന്നാൽ മതി. അവിടെയാണ് അമ്പരചുംബികളായ മണിമാളികകളും ധനവാന്മാരും ബലവാന്മാരും ശാസ്ത്രിമാരും പരീക്ഷന്മാരും പുരോഹിതന്മാരും വേണ്ട കുടുംബങ്ങളെല്ലാം അവിടെയാണ്. അവിടെ നോക്കാതെ, ആ തരത്തിൽ നോക്കാതെ, ഒരു നിർധന കുടുംബത്തിൽ കന്യയ്ക്കു വകയില്ലാത്ത നിർധന കുടുംബത്തിൽ ഒരു കന്യകയുടെ അടുത്ത് അതേ ഗബ്രിയേൽ വന്ന് വന്ദനം ചെയ്തു. അധികം ദീർഘവീക്ഷണങ്ങളൊന്നും താഴോട്ട് നോക്കിയാലും 30-ാം വാക്യവും 31-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ 7 കാര്യങ്ങൾ കന്യകമറിയാമോട് പറഞ്ഞു. നീ ഗർഭിണിയായ മകനെ പ്രസവിക്കും, യേശു എന്ന് പേരാണ്, ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അത് അത്യുന്നതന്റെ പുത്രനെന്ന് അവനെ വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദ് സുദാസനും ദാവീദ് തിരുന്നിരിക്കുന്ന രാജാവായിരുന്നു. അവന്റെ രാജ്യത്തിന് അവസാനം വരുന്നത് 7 കാര്യങ്ങളിൽ 4 നിവർത്തിക്കപ്പെട്ടു. കർത്താവായ യേശുവിന്റെ 1-ാമത്തെ വരവിൽ നടക്കേണ്ട 4 കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടു. ഇനി 2-ാം വരവിൽ നടക്കേണ്ട 3 കാര്യങ്ങൾ ശേഷിച്ചു. ആ 4 കാര്യങ്ങൾ അക്ഷരാർത്ഥ നിവർത്തി കണ്ടതാണെങ്കിൽ എന്തുകൊണ്ട് ബാക്കി 3 കാര്യങ്ങൾ അക്ഷരാർത്ഥ നിവർത്തി വന്നുകൂടാ? വിശ്വസിക്കുന്നതിന് കാരണം വേണം. അതാ ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ യേശുവിന്റെ ജനനത്തെ സംബന്ധിച്ച് അത് കന്യകാസുതനായി വരുമെന്നുള്ള വചനം അക്ഷരാർത്ഥ നിവർത്തി. പ്രവചനം യെശയ്യാവിൽ, നിവർത്തി ലൂക്കോസിൽ. ആ പടി മനസ്സിലാക്കുന്നത് അങ്ങനെ പറയുന്നു. അടുത്തത്
അതിനെ സംബന്ധിച്ചുള്ള അവലോകനത്തിൽ അധ്യായം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം യേശുക്രിസ്തുവിന്റെ ആ ജനനത്തെ കുറിച്ചുള്ള ഈ തിരുവെഴുത്ത് വ്യക്തമായി അവിടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. സംശയം നമുക്ക് യാതൊരു വകയും അതിനില്ല. അതങ്ങനെ സംഭവിച്ചതാണ്. ഇനി അടുത്തത് ഏത് ജാതിയിൽ കൂടെ വരും? ഏത് ജനത്തിൽ നിന്നാണ് അവൻ ലോകത്തൊരു മനുഷ്യനായി പറക്കേണ്ടത്? ജനനത്തിന് 750 കൊല്ലത്തിനും അവൻ വരേണ്ട കുലവും ജാതിയും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിശദാംശത്തിൽ പോകുന്നില്ലെങ്കിൽ രേഖകൾ മാത്രം തരുന്നു. നമുക്ക് 9-ാം അധ്യായം യെശയ്യാവിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, ധീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഇതൊന്നും മനസ്സിലായി? ഇത് യെശയ്യാ ദീർഘദർശി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സംസാരിച്ചതാണ്. നമുക്കൊരു ശിശു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് യഹൂദ രാജവംശത്തിലെ ഒരു അംഗമാണ് യെശയ്യാ. യഹൂദ രാജവംശത്തിൽ പറഞ്ഞ യെശയ്യാവ് പറയുകയാണ്, തന്നെ ജനത്തെ പ്രതിദാനം ചെയ്ത് പറയുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആണെന്നുമില്ല പെണ്ണെന്നുമില്ല. ശിശു എന്ന് പറഞ്ഞാൽ ആണും പെണ്ണോ അല്ല, ഒരു ശിശു എന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന്. രണ്ടാമത്തെ വാക്ക് വേദപുസ്തകത്തിലെ ഒരു കാര്യങ്ങളും വെറും നിഗമനമല്ല, കാര്യകാരണ പ്രതിപാദത്തിൽ അത് ആശയപൂർണതയുള്ളതാണ്. അടുത്ത വാക്ക് ഒരു മകനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ശിശുവിനും ഒരു മകൻ നൽകപ്പെട്ടു. അടുത്ത വാക്ക് ആധിപത്യം അവന്റെ തോളിലിരിക്കും. അടുത്ത വാക്ക് അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാ ദൈവമാണ്, നിത്യപിതാവാണ്, അവൻ സമാധാന പ്രഭുവാണ്. എങ്ങനെയുണ്ട്? യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് പ്രവചിച്ച് യെശയ്യാവ് പറഞ്ഞതെന്താണ്? വരുവാനിരിക്കുന്നവൻ കൊച്ചു ദൈവമല്ല, അവൻ ദൈവാദി ദൈവമാണെന്ന് അവനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് യെശയ്യാവ് തന്നു. അത്ഭുത മന്ത്രി, വീരനാ ദൈവം, അതേ നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന നിലയിൽ വിളിക്കപ്പെടും. ഉണ്ടായിരുന്ന ഒരുവൻ ലോകത്തിലേക്ക് വന്നതാണ്. നമ്മളാരും ജനിക്കുന്നതിനും ഉണ്ടായിരുന്നവരല്ല. എന്നാൽ നിത്യതയുടെ നിർണയത്തിൽ ദൈവാദി ദൈവമായിരുന്നവൻ മനുഷ്യനായ ലോകത്തിലേക്ക് വന്നവനാണ് ക്രിസ്തു എന്ന കാര്യം വ്യക്തമല്ലേ? വീരനാം ദൈവം. ആ വാക്യമൊക്കെ എന്തൊരു അർത്ഥമുണ്ട്. ഈ വാക്യം ശരിയാണോ? ഇസ്രായേലിൽ കൂടെയാണോ യേശു വന്നത്? ഞാൻ ഓരോ പ്രവചനത്തിനും അതിന്റെ നിവൃത്തിയായ വാക്യം പറയാൻ വചനത്തിന് ദൈവവിശ്വാസിയെ തെളിയിക്കുന്നത്. നിങ്ങൾ 9-ാം അധ്യായം റോമാലേഖനത്തിന്റെ ആ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. വേഗം വേഗം വായന പോയാൽ നമുക്ക് സമയം. അവർ ഇസ്രായേലിയർ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നല്ല ഉത്ഭവിച്ചത് വിശ്വാസയോഗ്യമാണോ? ക്രിസ്തു ഇസ്രായേലിൽ കൂടെ വരുമെന്നുള്ള പ്രവചനത്തിന് മാറ്റം വന്നു. ഇവിടെ എല്ലാം കൊണ്ട് എഴുതി വച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. അവർ ഇസ്രായേലിൽ പുത്രത്വം അവർക്കുള്ളത്, നിയമങ്ങൾ അവർക്കുള്ളത്, ആരാധന അവർക്കുള്ളത്, പിതാക്കന്മാർ അവർക്കുള്ളത്. പിന്നെ എന്നാ പറഞ്ഞത്? ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ കൂടെയല്ല ലോകത്തിലേക്ക് വന്നത്. അവർ സകലത്തിനും മീതെ അതുപോലെ അവൻ സർവത്തിനും മീതെ ദൈവാദി ദൈവമായിരുന്നു എന്നേക്കും വാഴ്ത്തപ്പെട്ടവരാണ് ഇസ്രായേലിൽ കൂടെ വന്ന മനുഷ്യർ. ആരാ ലോകത്തിൽ വന്നത്? ഇസ്രായേലിൽ കൂടെ ദൈവാദി ദൈവമാണ് വന്നത്. പ്രവചനങ്ങളും നിവൃത്തികളും കൂടെ വള്ളിപുള്ളിക്ക് ഭേദമില്ലാതെ നിവൃത്തികളിൽ വചനമാണെന്ന് അംഗീകരിക്കുന്നതിന് എന്താ തടസ്സം? വിശ്വസിക്കുന്നതിന് നമുക്ക് എന്താ തടസ്സം? എവിടെയാണ് തെറ്റുന്നത്? ദിനരാത്രങ്ങളോ മാസങ്ങളോ ഒന്ന് പ്രതിപാദിച്ചാൽ ഒരു വള്ളിയും പൊള്ളിയും തെറ്റാതെ ഈ വചന സത്യമാണെന്ന് സകല ചരിത്രവും സംഭവങ്ങളും വെച്ച് തെളിയിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ല. കാലത്തിന്റെ പുരോഗതിയിൽ പഠനങ്ങൾ